അവിടെ പള്ളിയില്ലേ, പള്ളി കമ്മിറ്റിയില്ലേ, മഹലില്ലേ, അവിടെ പണ്ഡിതന്മാരില്ലേ, അവർ ഉസ്താദുമാരില്ലേ ആ നാട്ടില്, അവരൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ഇങ്ങനെയൊക്കെ പോയി ചെയ്യുന്നത് എന്തെന്ന്? അപ്പൊ എന്തായാലും ഓണം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പൊ ഓണാഘോഷത്തിൽ കുറെ മുസ്ലിം പെൺകുട്ടികൾ ഡാൻസ് കളിച്ചു അല്ലെങ്കിൽ ഓണം ആഘോഷിച്ചു എന്നതിനെതിരെ ഈ പുള്ളിക്കാരൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് രംഗത്ത് വന്നിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്, എന്നാലും ഞാനത് വെച്ചു തരാം. ശരിക്കും പള്ളി കമ്മിറ്റിയെ വരെയാണ് പുള്ളിക്കാരൻ ചോദ്യം ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഡാൻസ് കളിച്ച പെൺകുട്ടികളുടെ ഉപ്പയോട് ഉമ്മയോട് കുറച്ച് കാര്യങ്ങൾ പുള്ളി ചോദിക്കുന്നുണ്ട്. എന്റെ അഭിപ്രായം ഞാൻ പറയട്ടെ, ഈ മുസ്ലിങ്ങൾ അല്ലെങ്കിൽ മുസ്ലിം പെൺകുട്ടികൾ ഓണം ആഘോഷിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ, അല്ലെങ്കിൽ ഓണത്തിന് ഡാൻസ് കളിക്കുന്നതുകൊണ്ട് തെറ്റുണ്ടോ, അതൊക്കെ ഞാൻ ഇതിനകത്ത് പറയുന്നുണ്ട്. ഒരു ഉസ്താദ് ഓണം ആഘോഷിക്കണോ വേണ്ടയോ എന്നും പറഞ്ഞ ഒരു ഉസ്താദ് വന്നിട്ടുണ്ട്. അപ്പൊ അതെന്തായാലും ഞാൻ ആ ഒരു വീഡിയോ വെച്ച് തരാം. അതാദ്യം നിങ്ങളൊന്ന് കേട്ടു നോക്ക്. വളരെ സീരിയസ് ആയിട്ടൊരു കാര്യം പറയട്ടെ. ഈ ഓണം ആഘോഷിക്കുന്നതിനോ പൂക്കളം ഇടുന്നതിനോ സദ്യ കഴിക്കുന്നതിനോ പായസം കുടിക്കുന്നതിനോ ഇസ്ലാമിൽ ഒരു പ്രശ്നമില്ല. പൂക്കളത്തിനോടോ പൂക്കളോടോ സദ്യയോടോ പായസത്തിനോടോ ഇസ്ലാമിന് ഒരു വിരോധമല്ല. അങ്ങനെ ചില വസ്തുക്കളോടുള്ള പ്രത്യേക വിരോധം ഇസ്ലാമിന് വരേണ്ട ഒരു ആവശ്യമില്ല. പിന്നെ ഈ ഓണാഘോഷത്തിന്റെ പ്രശ്നം വരുന്നത് എവിടെയെന്ന് അറിയാം നിങ്ങൾക്ക്? നമ്മൾ ഈ ഇസ്ലാമിക പണ്ഡിതന്മാർ നമ്മുടെ നിസ്കാരത്തെക്കുറിച്ച്, ഹജ്ജിനെ കുറിച്ച്, ഉംറയെക്കുറിച്ച്, നോമ്പിനെ കുറിച്ചിട്ടൊക്കെ, നമ്മുടെ ഇബാദത്തുകളെ കുറിച്ചൊക്കെ നമ്മൾ പറയുന്നത് പോലെ തന്നെ ഈ ഹിന്ദു മതത്തിലുള്ള പണ്ഡിതന്മാർ, അവിടുത്തെ ഗ്രന്ഥം പഠിച്ച, ഒരുപാട് വർഷം ആ മതത്തിനെ കുറിച്ച് അറിയുന്ന പഠിച്ച പണ്ഡിതന്മാർ തന്നെ ഓണാഘോഷത്തെ വിലയിരുത്തുന്നത്, പഠിപ്പിക്കുന്നത്, പകർത്തി കൊടുക്കുന്നത് ഈ ആഘോഷം ഒരു പ്രത്യേക ആചാരമാണെന്നും ആരാധനയാണെന്നുമാണ്. അവർ തന്നെ ഒരു ആരാധനയായി, ആചാരമായി കാണുന്ന ഒരു സംഭവത്തിൽ മറ്റു മതസ്ഥർ ഇടപെടാൻ പാടില്ല എന്നതൊരു ധാർമ്മിക ഉപദേശമാണ്. അത് എല്ലാ മതത്തിലും എല്ലാ വിഷയങ്ങളിലും അങ്ങനെ തന്നെയാണ്. ഒരു ഓണാഘോഷത്തിന്റെ വിഷയം മാത്രമല്ല അത്. പക്ഷെ ഞാൻ ആലോചിക്കണം അതല്ല, എല്ലാവരും പങ്കെടുക്കാൻ വേണ്ടി, പങ്കാളികളാവാൻ വേണ്ടി എന്തിനാണ് സ്വന്തം മതത്തിലെ ഒരു ആരാധനയെ, ആചാരത്തെ അത് വെള്ളം കലർത്തിയിട്ട് അത് ആരാധനയല്ല എന്നും ആചാരമല്ല എന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കുന്നത്, പഠിപ്പിക്കുന്നത് എന്നാണ്. ഇനി അതൊന്നും ഒരു ആരാധനയോ ആചാരമോ അല്ല എങ്കിൽ, ആ മതവുമായി ബന്ധപ്പെട്ട ഒരു സംഭവമേ അല്ല എങ്കിൽ ഓണാഘോഷം നടത്തുന്നതിന് എന്താണ് പ്രശ്നം? ഈ പുള്ളിക്കാരൻ നല്ല രീതിയിൽ മതം പഠിച്ച ഒരു വ്യക്തിയാണ്. ആ വ്യക്തി പറയുന്നുണ്ട് ഓണം ആഘോഷിക്കുന്നത് കൊണ്ട് ഒരു തെറ്റുമില്ലെന്ന്. ഞാനൊരു കാര്യം പറയട്ടെ, ഈ എന്തിനാണ് ഇതിനകത്തൊക്കെ മതം കുത്തിക്കയറ്റുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ മുസ്ലിങ്ങള് പിന്നെ ഓണം ആഘോഷിക്കാൻ പാടില്ല, ക്രിസ്ത്യാനികൾ ഓണം ആഘോഷിക്കാൻ പാടില്ല, പിന്നെ ക്രിസ്മസ് ഹിന്ദുക്കളും മുസ്ലിങ്ങളും ആഘോഷിക്കാൻ പാടില്ല, പെരുന്നാൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആഘോഷിക്കാൻ പാടില്ല, ഇങ്ങനെയൊക്കെ പറയുന്നത് എന്തുവാ? നമ്മളെല്ലാവരും മനുഷ്യരല്ലേ, എല്ലാവരും ഒരുമിച്ച് ആഘോഷിക്കുക. ഏത് ഫെസ്റ്റിവൽ ആണെങ്കിലും വർഷത്തിൽ ഒരിക്കലും കിട്ടുന്നതാണ്. അത് നമ്മൾ കാത്തിരുന്ന് കിട്ടുന്നതാണ്. അത് ആഘോഷിക്കേണ്ടത് നമ്മൾ ഓരോരുത്തരും ആഘോഷിക്കട്ടെ. എന്തിനാണ് ആഘോഷിക്കേണ്ടതെന്ന് പറയാനുള്ള അവകാശം ആർക്കാണ് ഇവിടെ ഉള്ളത്? എന്റെ ഒരു അഭിപ്രായം പറയട്ടെ, ഞാൻ വിചാരിക്കുന്ന ഈ ലോകത്ത് ഒരൊറ്റ ദൈവം മാത്രമേ ഉള്ളൂ എന്നാണ്. ആ ഒരു ദൈവത്തെ നമ്മൾ വ്യത്യസ്ത പേരിൽ വ്യത്യസ്ത രീതിയിൽ ആചരിക്കുന്നു, അത്രേ ഉള്ളൂ. അപ്പൊ ഒരു വ്യക്തി കഴിഞ്ഞ ദിവസം പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് മുസ്ലിം സ്ത്രീകൾക്കെതിരെ. അതിനുശേഷം വേറൊരു പുള്ളിക്കാരനും രംഗത്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്തത് ഞാനൊരു കാര്യം പറയട്ടെ, ഈ മുസ്ലിം സ്ത്രീകള് റോഡില് ഡാൻസ് കളിച്ചു എന്ന് പറയുന്നുണ്ട്. അതില് എനിക്കൊരു തെറ്റും തോന്നുന്നില്ല. അതൊരു തെറ്റായിട്ട് എനിക്ക് ഇതായിട്ട് എനിക്ക് തോന്നുന്നില്ല. എന്റെ പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അവര് കുട്ടികളല്ലേ, അവരെ ആഘോഷിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇനി ഇസ്ലാമികപരമായിട്ട് വല്ല തെറ്റും ഉണ്ടായിരിക്കാം, അതെനിക്ക് അറിയത്തില്ല എന്തായാലും. പക്ഷെ എന്റെ ഒരു ഇത് പറയുവാണ് കേട്ടോ. ഒരുപാട് പേര് പറയുന്നുണ്ട് മുസ്ലിങ്ങൾ ഓണം ആഘോഷിക്കാൻ പാടില്ല, മുസ്ലിങ്ങള് സ്ത്രീകൾ ഡാൻസ് കളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പേര് രംഗത്ത് വന്നിട്ടുണ്ട്. ഓണം ആഘോഷിക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ആ ഉസ്താദ് പറഞ്ഞ കാര്യം ഞാൻ ക്ലിയർ ആയിട്ട് വെച്ച് തന്നത്. എന്തായാലും മുസ്ലിം സ്ത്രീകൾ ഡാൻസ് കളിച്ചതിനെതിരെ ഒരാൾ പൊട്ടിത്തെറിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. ആ ഒരു വീഡിയോ കണ്ടിട്ട് വാ. കേരളത്തിലെ തട്ടത്തിൻ മറയത്ത് മുസ്ലിം പെൺകുട്ടികളുടെ ഹലാലായ ഓണം, നമുക്ക് ആ വീഡിയോ ഒന്ന് കണ്ടുവരാം. ഓണം ചെന്ന ഒരു ആഘോഷം, അത് ആഘോഷിക്കുന്നവർ ആഘോഷിക്കട്ടെ, അതിനുള്ള റൈറ്റ്സും ഫ്രീഡമും അവർക്കുണ്ട്. പക്ഷേ ഈ മുസ്ലിം സമുദായത്തിൽപ്പെട്ട മാപ്പിള പെൺമക്കള് പോയി തെരുവിൽ ഡാൻസ് ചെയ്യുന്ന എന്തിനാണ്? അവർക്ക് അവരുടെ വീടിന് ആരാണ് ഈ പെർമിഷനൊക്കെ കൊടുക്കുന്നത്? അപ്പൊ പുള്ളിക്കാരൻ പറയുന്നത് എന്താന്ന് വെച്ചാൽ, മുസ്ലിം സ്ത്രീകൾക്ക് ഡാൻസ് കളിക്കാൻ ആരാണ് ഇവിടെ പെർമിഷൻ കൊടുത്തതെന്നാണ്. അമ്മയും ബ്ലോഗർ എന്ന് പറയുന്ന ഒരു പുള്ളിക്കാരനാണ് ഇത് ചെയ്തിരിക്കുന്നത്, ഈ ഒരു വീഡിയോ ചെയ്തിരിക്കുന്നത്. പുള്ളിക്കാരനോട് പറയാനുള്ള ഒരൊറ്റ കാര്യമേ ഉള്ളൂ, ഇന്ത്യ രാജ്യമാണ്, നമുക്ക് ആരെയും ചോദ്യം ചെയ്യാൻ പറ്റത്തില്ല. ഇത് കേസെടുക്കാനായിട്ട് വരെ പറ്റുന്ന ഒരു ഇതാണ്. അപ്പൊ അതുകൊണ്ട് വെറുതെ എന്തിനാണ് ഈ ഒരു വയ്യാവേലിക്ക് പോകുന്നതെന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത്.
ഇങ്ങനെ നിങ്ങൾക്ക് ആരെ അവകാശം തന്നു? അല്ലെങ്കിൽ ഈ മുസ്ലിം സ്ത്രീകൾ എന്തിനാണ് ഇങ്ങനെ ഡാൻസ് കളിക്കുന്നത്? മുസ്ലിം സ്ത്രീകൾ ഇങ്ങനെ കളിക്കാൻ പാടില്ല, ഇതിന് ആരാണ് അവകാശം തന്നതെന്ന് ചോദിക്കാൻ പാടില്ല. ഇന്ത്യ രാജ്യമാണ്, ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള തീരുമാനമാണത്. ഇപ്പൊ നാളെ വന്ന് ഒരുത്തൻ എന്നോട് ചോദിക്കുന്നു, നിന്നോട് ആരാ ഇങ്ങനെ വീഡിയോ ചെയ്യാൻ പറഞ്ഞ, അല്ലെങ്കിൽ നീ ആരാ വീഡിയോ ചെയ്യാൻ, നിനക്ക് അതിനുള്ള അവകാശം ഇല്ലെന്ന് പറഞ്ഞാൽ ഒരിക്കലും അങ്ങനെ പറയാൻ പറ്റത്തില്ല. ഈ മുസ്ലിം സ്ത്രീകൾക്ക് ആരാണ് ഇങ്ങനെ ഡാൻസ് കളിക്കാൻ പെർമിഷൻ കൊടുത്തത്, റോഡിൽ കിടന്ന് ഡാൻസ് കളിക്കാൻ പെർമിഷൻ കൊടുത്തതെന്ന് ചോദിക്കാൻ നമുക്ക് ഒരു അവകാശം ഇല്ല. അത് ചോദ്യം ചെയ്യാൻ നമ്മൾ ആരുമല്ല. അവിടെ പള്ളിയില്ലേ, പള്ളി കമ്മിറ്റിയില്ലേ, മഹലില്ലേ, അവിടെ പണ്ഡിതന്മാരില്ലേ, അവർ ഉസ്താദുമാരില്ലേ ആ നാട്ടില്, അവരൊന്ന് പറഞ്ഞു കൊടുക്കണ്ടേ ഇങ്ങനെയൊക്കെ പോയി ചെയ്യുന്ന എന്തെന്ന്? നിങ്ങളെ വീടിന്റെ ഉള്ളിലോ നിങ്ങളെ കല്യാണ വീട്ടിലോ അത് ചെയ്യുന്നത് നിങ്ങളത് പ്രവേശിച്ച്, ഇതൊരു പരസ്യമായിട്ടുള്ള പൊതുസ്ഥലങ്ങളിൽ പോയിട്ട് മുസ്ലിം സമുദായത്തിനെ നാണക്കേടാക്കുന്ന രീതിയിൽ, മുസ്ലിം സമുദായത്തിന്റെ പേര് കളയിപ്പിക്കുന്ന രീതിയിൽ, ഇമേജ് കളയിപ്പിക്കുന്ന രീതിയിൽ ഡാൻസ് ചെയ്യുന്നല്ലേ, അത് നിങ്ങൾക്ക് അത്ര നല്ലതല്ലെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പൊ ഈ അമേൻ വ്ളോഗറിന്റെ വീഡിയോ ഇടക്കിടക്ക് നമ്മൾ കാണാറുള്ള ആളാണ്. ഈ പുള്ളിനോട് എനിക്ക് വെറുപ്പൊന്നും ഇല്ല കേട്ടോ, പേഴ്സണലി. ഇത് പറഞ്ഞതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയാൻ നമുക്ക് അധികാരമില്ല. അവരുടെ ഇഷ്ടമല്ലേ എങ്ങനെ ഡാൻസ് കളിക്കണം, ഏത് ഡ്രസ് ഇടണം, ഡാൻസ് കളിക്കണോ വേണ്ടയോ, ഓണം ആഘോഷിക്കണോ വേണ്ടയോ, എല്ലാം അവരുടെ വ്യക്തിപരമായിട്ടുള്ള തീരുമാനമല്ലേ. സത്യം പറയാലോ, ഈ ഒരു വീഡിയോ നിങ്ങളുടെ കുറെ പേര് കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ ഈ ഒരു വീഡിയോ ഭയങ്കര പ്രശ്നത്തിലേക്കായിരിക്കും പിന്നെ ലാസ്റ്റ് പോകുന്നത്. സത്യം പറഞ്ഞ പുള്ളിക്കാരനെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറഞ്ഞ. കാര്യം അങ്ങേരെ ഒരു ബ്ലോഗറാണ്, പുള്ളിക്ക് ഇത് മനസ്സിലാവണം, ഇങ്ങനെ ഒരു കാര്യത്തിൽ ആർക്കും ഇങ്ങനെ ഇടപെട്ട് സംസാരിക്കാൻ പാടില്ല എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. ഞാനൊരു മതേതര കാഴ്ചപ്പാടിലുള്ള ഒരു വ്യക്തി. എനിക്ക് ആരോടും ഏത് മതക്കാരനോടും വിരോധമില്ല. എല്ലാവരും നമ്മളെ ജനാധിപത്യ രാജ്യത്ത് ഒരുപോലെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. എന്നെ ആരും തെറ്റിദ്ധരിക്കാൻ പാടില്ല ഈ പറഞ്ഞതിന്റെ പേരിൽ. നമ്മളെ മുസ്ലിം സമുദായത്തിൽ പെട്ടെന്ന് കുറച്ചു ദീനും വെളിവും വെള്ളിയാഴ്ച ഇല്ലാത്ത ആൾക്കാരെ എനിക്ക് പൊങ്കാലിടാൻ വരും. ഞാൻ പറഞ്ഞത് ഒന്നേ ഉള്ളൂ, സമുദായത്തിന്റെ പെൺകുട്ടികൾ തട്ടയത്തിന്റെ മറയത്ത് വെച്ചിട്ട് ഓണത്തിന് പാട്ട് പാടി ഡാൻസ് ചെയ്ത് അങ്ങനെ കൂത്താടി ചെയ്യുന്നത് ശരിയല്ല. അങ്ങനെ അതാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അതിനെ ചോദ്യം ചെയ്യണം. അപ്പോ ഇത് കേസായി കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തന്നെ ആയിരിക്കും നാണക്കേട്. അതുകൊണ്ട് മാക്സിമം കേസ്, വഴക്ക്, ബഹളം ഇതിനകത്തൊന്നും പോകാതിരിക്കുന്നതായിരിക്കും നല്ലതെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും നമുക്ക് ഒരു പുള്ളിക്കാരൻ വന്നിട്ട് ഒരു കാര്യം പറയുന്നുണ്ട്, അതൊന്ന് കേട്ടു. ഓണത്തിന്റെ സെലിബ്രേഷൻ ഒക്കെ കഴിഞ്ഞു, അത്യാവശ്യത്തിന് തുള്ളിച്ചാടലും ഒക്കെ നമ്മൾ കണ്ടു. ഇവിടെ സോഷ്യൽ മീഡിയ നോക്കിയപ്പോൾ നമ്മുടെ ചില സഹോദരിമാര് പറയണത് കേട്ടു. ഏതോ ഒരു സഹോദരി പറഞ്ഞല്ലോ, നിങ്ങൾ അങ്ങനെ ചെയ്യരുത്, ഇങ്ങനെ ചെയ്യരുത്. അതിന്റെ പ്രതികാരമാണ് വ്യാപകമായിട്ട് ഡാൻസ് കളിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഓക്കെ, ഒക്കെ അവരുടെ ഇഷ്ടം. അപ്പൊ എനിക്ക് എന്റെ മനസ്സിൽ തോന്നിയൊരു കാര്യം കേട്ടോ, ഇനിയിപ്പോ 2-3 പേര് ഒന്ന് പറഞ്ഞു അങ്ങനെ ചെയ്യല്ലേ എന്ന്, ഉദാഹരണത്തിന്. അപ്പോ ഇതിലും വ്യാപിപ്പിക്കും എന്ന അർത്ഥത്തിലേക്കാണ് പോകുന്നത്. ഇവിടെ ഒരാള് ചെയ്യണമെന്ന് പറഞ്ഞാലും ചെയ്യണ്ടെന്ന് പറഞ്ഞാലും അതിനെ മറികടക്കുന്നതിലപ്പുറം നമ്മുടെ ഉള്ളിൽ ഒരു ലജ്ജ, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിൽ ഒരു മാനം, നമുക്ക് നമ്മുടേതായ ഒരു പേഴ്സണാലിറ്റി, നമുക്ക് നമ്മുടേതായ ഒരു വിശ്വാസം, നമുക്ക് നമ്മുടേതായ ഒരു ആചാര അനുഷ്ഠാന കർമ്മങ്ങൾ, ഒരു ജീവിത പൈതൃകം, അതുപോലെ തറവാടിത്തം, ഇങ്ങനെ തുടങ്ങി ഒരുപാട് നീണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ പുള്ളി പറയുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ കേട്ടിട്ട് നമുക്ക് എന്റെ അഭിപ്രായങ്ങൾ ഞാൻ പറയാം. ഇതനുസരിച്ച് ജീവിക്കുന്ന ഒരുപാട് സഹോദരിമാരുണ്ട്. അവരെ പോലെ അല്ല ഈ പുറത്തു വന്ന് ഇങ്ങനെ കാണിക്കുന്ന ആളുകൾ എന്ന് ഇവർ വ്യക്തമാക്കി തരികയാണ്. ഏതായാലും അത്തരത്തിൽ ചെയ്യുവാൻ വേണ്ടി ഒരു അവസരം കാത്തു നിൽക്കുന്നത് പോലെയാണ് നമുക്കത് ഫീൽ ചെയ്യുന്നത്. അതല്ല എങ്കിൽ ഇത്തരത്തിലുള്ള സഹോദരിമാരുടെ ആട്ടം കാണാൻ എന്തൊരു മൊഞ്ചാണ്, എന്തൊരു അഴകാണ്. അതിനുവേണ്ടി ദാഹിച്ചിരിക്കുന്നവര് അപ്പുറത്ത് കുറെ ആളുകൾ. അങ്ങനെ നിങ്ങളുടെ ഉദ്ദേശങ്ങളും നിങ്ങളുടെ ലക്ഷ്യങ്ങളും നിങ്ങളുടെ ആഗ്രഹങ്ങളും വേണ്ടതുപോലെ നടക്കട്ടെ. ആരും എതിരി പറയില്ല മക്കളെ. പക്ഷെ എതിരി പറഞ്ഞാൽ നിങ്ങൾ അതിലപ്പുറം പ്രവർത്തിക്കുന്നവരാണ് എന്ന് കാണിച്ചു തരികയാണ്. അതാണോ വേണ്ടത്? അതല്ല, നമുക്ക് നമ്മുടേതായ ഒരു ജീവിത പൈതൃകമുണ്ട്, ഒരു പശ്ചാത്തലമുണ്ട്, അതനുസരിച്ച് ജീവിക്കുക എന്നതാണ് എന്ന ബോധ്യം ഉണ്ട് എങ്കിൽ അങ്ങനെ പോകാം. അങ്ങനെ പോകുന്ന ജീവിക്കുന്ന ഒട്ടനവധി സഹോദരിമാരുണ്ട്. അവർക്കാണ് എന്റെ. അപ്പൊ എന്തായാലും എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് എല്ലാവരും ഓണം ആഘോഷിക്കണമെന്ന് തന്നെയാണ് എന്റെ. ഓണം, പെരുന്നാള്, ക്രിസ്മസ് എല്ലാം ആഘോഷിക്കണം എന്ന് തന്നെയാണ് എന്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. പിന്നെ എന്തിനാണ് വർഗീയത കൊണ്ടുവരുന്നത്? ഇന്ന് നമ്മൾ ജീവിച്ചിരിക്കുന്നു, നാളെ നമ്മൾ ജീവനോടുണ്ടോ എന്ന് പോലും അറിയത്തില്ല. എന്തിനാണ് ഈ വർഗീയത വെച്ച് പുലർത്തുന്നത്? അതേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും കൂടുതലൊന്നും പറയാനില്ല. നിങ്ങളുടെ അഭിപ്രായം എന്തായാലും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ